നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അനിശ്ചിതത്വത്തിന് പരിഹാരമായി വള്ളംകളി പ്രേമികളുടെ പരിശ്രമം വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഈ മാസം 28-ാം തീയതി വള്ളംകളി നടത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇക്കാര്യം ഉന്നയിച്ച് വള്ളംകളി സംരക്ഷണ സമിതി ഇന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ ഈ മാസം 28-ാം തീയതി നടത്താം എന്നാണ് തീരുമാനം. നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ലോകമെമ്പാടും കാത്തിരുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികൾ ഉണർന്നതോടെ വള്ളംകളി നടത്തുമെന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ സർക്കാർ എത്തി. എന്നാൽ കേവലം പ്രഖ്യാപനങ്ങൾ കേട്ട് വീണ്ടും മിണ്ടാതെ കാത്തിരിക്കാനാവില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ജലോത്സവ പ്രേമികൾ. ഓണത്തിന് ശേഷം ഈ മാസം 28-ന് വള്ളംകളി നടത്തണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഒരു 60 to 80 അത്രയും ലക്ഷം രൂപ മുടക്കിയായിട്ടാണ് ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ വരുന്നത്. പക്ഷേ ഇത്രയും രൂപ മുടക്കിയിട്ട് ഒരു 3-4 ദിവസം മുമ്പാണ് വള്ളംകളി മാറ്റിവെച്ചത്. റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് വള്ളംകളി നടക്കത്തില്ല. പക്ഷേ അത് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. കാര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇടുത്തി വീണ പോലെയായി. വയനാട് പ്രകൃതി ദുരന്തത്തിൽ അനേകർ മരിച്ചെങ്കിലും ഇവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികൾ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ്. അതിന് ഈ ഗവൺമെൻറ് സമാധാനം പറയണം. വള്ളംകളി തീയതി പ്രഖ്യാപനത്തിനായി പ്രതിപക്ഷവും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. ബുധനാഴ്ച മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സർക്കാർ തീയതി പ്രഖ്യാപിക്കാത്തത് സംശയാസ്പദമെന്ന് രമേശ്. ആയിരക്കണക്കിന് തുഴച്ചിലുകാർ, ക്ലബ്ബുകാർ, അവരുടെ എല്ലാം മാസങ്ങളുടെ അധ്വാനമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. അത് നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ്. ആ വികാരത്തിന് ഒത്തു പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഈ ഡേറ്റ് തീരുമാനിക്കാത്തത് വലിയ സംശയാസ്പദമായൊരു കാര്യമാണ്. എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? ഇനി തുഴച്ചിലുകാർക്ക് ചുരുങ്ങിയത് 2 ആഴ്ചക്കാലത്തെ ട്രയൽ വേണം. ടീമുകളെല്ലാം പിരിച്ചുവിട്ടതിനാൽ പുറത്തുനിന്നുള്ള തുഴച്ചിൽക്കാരെ അതിവേഗം തിരിച്ചെത്തിക്കുന്നതും വെല്ലുവിളിയാണ്. പുതിയ തീയതിക്ക് നാട്ടിലെത്താൻ കാത്തുനിൽക്കുന്ന 100 കണക്കിന് വള്ളംകളി ആരാധകരുമുണ്ട്. ആലപ്പുഴ. തലത്തിൽ സെപ്റ്റംബർ 28 എന്ന തീയതി പൂർണ്ണമായും അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും അവർ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ക്ലബ്ബുകൾക്കെല്ലാം 28 തന്നെയാണ് സൗകര്യം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സൗകര്യം അറിയിച്ച സ്ഥിതിക്ക് 28-ാം തീയതി തന്നെ ഈ നെഹ്റു ബോട്ട് റേസ് ആലപ്പുഴയിൽ നടക്കും. കുട്ടനാട്ടുകാർക്ക് എന്തായാലും അവർ കുറച്ച് കാലമായി ഇതിനുവേണ്ടി പണിപ്പെടുകയായിരുന്നു. അതിന് തീരുമാനമായി എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനിച്ചു. ഇനി ഡേറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരിൽ നിന്ന് വരേണ്ടത്. മിക്കവാറും ഈ ക്ലബ്ബുകളെല്ലാം 28 സെപ്റ്റംബർ എന്ന തീയതി അംഗീകരിച്ചതുകൊണ്ട് തന്നെ ആ തീയതിയിൽ നിൽക്കാനാണ് സർക്കാരും ശ്രമമുണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ടുകളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SK. പ്രധാനപ്പെട്ട 2 കാര്യം ഈ തീയതി പരിഗണിക്കുന്നതിൽ ബോട്ട് റേസ് കമ്മിറ്റി ഭാരവാഹികളൊപ്പം തന്നെ ഈ NTPR സമർപ്പിക്കുന്നതിന് മുൻപ് അവർ പരിഗണിച്ചത് 24-ാം തീയതി വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് പല സ്ഥലങ്ങളിലും പ്രാദേശികമായ വള്ളംകളികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓണാഘോഷ ഓണത്തിൻ്റെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഓണം കഴിഞ്ഞ ശേഷം 28-ാം തീയതി നടത്തണം എന്നുള്ള ഒരു തീരുമാനം ഇന്നലെ ബഹുഭൂരിപക്ഷം യോഗത്തിൽ പങ്കെടുത്ത വള്ളം കളി സംരക്ഷണ സമിതി യോഗത്തിൽ പങ്കെടുത്തിരുന്ന ബോട്ട് ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ 28 എന്നുള്ള തീയതി നേരത്തെ തന്നെ സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായത് ഒരു നിവേദനം എന്ന രീതിയിൽ NTPR സൊസൈറ്റിയുടെ, നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് അത് നിവേദനമായി കൂടി നൽകും. അങ്ങനെ ഇന്ന് NTPR സൊസൈറ്റി ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് അറിയുന്നത്. ഇതൊക്കെ തന്നെ സാങ്കേതികമായ നടപടികളാണ്. ഇത്തരം നടപടികൾക്ക് ശേഷം സർക്കാരിനെ ഇത് അറിയിക്കും. പക്ഷേ സാധാരണഗതിയിലൊക്കെ തന്നെ ഈ വള്ളംകളി സമിതികൾ, ഭാരവാഹികൾ, സംരക്ഷണ സമിതികളൊക്കെ തന്നെ അറിയിക്കുന്ന തീയതികൾ സാധാരണ സർക്കാർ അംഗീകരിക്കാറുള്ളതാണ് പതിവ്. അതുകൊണ്ട് തന്നെ 90% ഈ 28-ാം തീയതി തന്നെ അംഗീകരിച്ച് ആ ഒരു ദിവസം തന്നെ വള്ളംകളി നടത്താനാണ് സാധ്യത. കാരണം സെപ്റ്റംബറിന് അപ്പുറത്തേക്ക് നീണ്ടുപോയാൽ ഈ വള്ളംകളി ക്ലബ്ബുകളെ സംബന്ധിച്ച് അത്
പ്രായോഗികമല്ല. അവരെ സംബന്ധിച്ച് 2 ആഴ്ചത്തെ ട്രയൽ എന്താണെങ്കിലും വേണം. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർന്ന് വന്നിരുന്ന വള്ളംകളി ക്ലബ്ബുകളുടെ പരിശീലനം, അവരുടെ കഠിനാധ്വാനമൊക്കെ തന്നെ അവർക്ക് മുടക്കേണ്ടി വന്നു. അവർ ക്യാമ്പ് പിരിച്ചുവിട്ടു. ആ ക്യാമ്പ് പിരിച്ചുവിട്ടെങ്കിൽ പിന്നീട് വീണ്ടും ഈ വള്ളംകളി ക്ലബ്ബുകളുടെ ക്യാമ്പുകൾ ഉണരണമെങ്കിൽ, അവരുടെ വള്ളപ്പുരകൾ ഉണരണമെങ്കിൽ ഒരു 2 ആഴ്ചത്തെ സമയം, ഒരു കഠിന പരിശീലനത്തിലുള്ള സമയം അവർക്ക് വേണം. ഒപ്പം തന്നെ ഈ തുഴച്ചിലുകാർ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരുണ്ട്. അവരെ തിരിച്ചെത്തിക്കാനുള്ള വലിയ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ അവരെ തിരിച്ചെത്തിക്കണം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ തന്നെ ഇതിനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങനെ കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കാം 28-ാം തീയതി മാറ്റുക. ഇപ്പോൾ നിലവിൽ 28 എന്ന തീയതി സർക്കാർ അംഗീകരിക്കാനുള്ള ഏറെക്കുറെ സാധ്യതകളാണ് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം ആളിക്കത്താൻ ഇടയായത് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയെ സംബന്ധിച്ച് സർക്കാർ അത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി എന്ന രീതിയിൽ അത് മാറ്റിവെക്കുകയും പിന്നീട് അതിന് തീയതി പ്രഖ്യാപിക്കാതെ വരികയും, പക്ഷേ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടി 2.25 കോടി അനുവദിക്കുകയും ചെയ്തതാണ് വലിയ വിവാദമായത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മന്ത്രിക്ക് പിന്നീട് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് വീണ്ടും പ്രതികരിച്ചു. അത് നെഹ്റു ട്രോഫി കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ കണ്ണാണ്. ആ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ സർക്കാരിനാവില്ല എന്ന നിലപാട് ആവർത്തിക്കുക. ഇന്നലെ 1 കോടി രൂപ അനുവദിക്കുന്നെന്ന് പ്രഖ്യാപനവും നടത്തി. സാധാരണഗതിയിൽ സർക്കാർ 1 കോടി രൂപ തന്നെയാണ് ഇതിന് മുൻപത്തെ കാലത്തും അനുവദിക്കുക. പക്ഷേ അതിന് പുതിയതായ ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു തീയതി സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാകേണ്ടത്. SKN. താങ്ക് യു മനീഷ് മഗിവാൽ.